സോ പുനർനവ, രക്ത പുനർനവ അല്ലെങ്കിൽ ഹോഗ് വീഡ് എന്നൊക്കെ അതിനറിയപ്പെടാറുണ്ട്. സോ നമ്മൾ ആ ഫ്രഷ് ആയിട്ടുള്ള ഡ്രൈഡ് ഹെർബിനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓഫ് ബോർഹാവിയ ഡിഫ്യൂസ ബിലോങ്സ് ടു ദ ഫാമിലി നിക്ടാജിനേസിയെ. നിക്ടാജിനേസിയെ ബോർഹാവിയ ഡിഫ്യൂസ എന്ന് പറയുന്ന പ്ലാന്റിന്റെ മൊത്തം പ്ലാന്റിനെ നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ആൻഡ് it should contain not less than 0.005% of Borvinon on dry bases. So it is found throughout the India അല്ലെങ്കിൽ ശ്രീലങ്ക. പുനർനവ പ്രധാനമായിട്ടും ഹിമാലയൻ വാലീസിലൊക്കെയാണ് കാണുന്നത്. അതേപോലെ മലേഷ്യയിലും ചൈനയിലും ആഫ്രിക്കയിലൊക്കെ ഇങ്ങനെ കളയായിട്ട് പിടിക്കുന്ന ഒരു സാധനമാണ് പുനർനവ എന്ന് പറയുന്നത്. അപ്പം കളക്ഷൻ തന്നെ പെട്ടെന്ന് എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഇറ്റ് ഈസ് വെരി കോമൺ ആൻഡ് മോസ്റ്റ് ട്രബിൾസം weed of sandy tract, wastelands and roadside. So പ്രധാനമായിട്ട് നമ്മൾ വൈൽഡ് ഗ്രോൺ പ്ലാന്റ്സിന്റെ അടുത്ത് നിന്നാണ് കളക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് അബൻഡന്റ് ഡ്യൂറിംഗ് ദ റെയിനി സീസൺ. അപ്പൊ മഴക്കാലത്തൊക്കെ നമുക്കിത് വളരെയധികം എന്താ പറയാ ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. മഴക്കാലത്തേക്ക് പുനർനവ നല്ലതുപോലെ ഗ്രോ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റാറുണ്ട്. ഓക്കെ, സോ പുനർനവ ബിലോങ്സ് ടു ദ ഫാമിലി ബോർഹാവിയ ഡിഫ്യൂസ which is belong to the family Nictaginaceae and നമുക്ക് അതിനൊരു കളയായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സാധനമാണ്. അതേപോലെ ഇറ്റ് ഈസ് വേരിയബിൾ, ഡിഫ്യൂസ്ലി ബ്രാഞ്ച്ഡ് ആൻഡ് ക്രീപ്പി ഹെർബേഷ്യസ് പെരിനിയൽ ആണ്. ദെൻ കളർ എന്ന് പറഞ്ഞാൽ എന്താ, ലീഫിനും സ്റ്റെമ്മിനും ഫ്ലവറിനും പലതും പല നിറങ്ങളാണ്. ഒന്ന് മുകളിൽ ഗ്രീൻ കളർ, വൈറ്റിഷ് ഓൺ ലോവർ സർഫേസ്. സ്റ്റെം എന്ന് പറയുന്നത് ഗ്രീൻ കളറാണ്, ഗ്രീൻ ടു ഒരു പർപ്പിൾ കളറാണ്. ഫ്ലവർ എന്ന് പറയുന്നത് ഒരു അപ്പർ പിങ്ക് കളറാണ്, അപ്പർ പാർട്ട് പിങ്ക് കളറാണ്. ഓർഡർലെസ് ആൻഡ് ബിറ്റർ. സൈസ് എന്ന് പറഞ്ഞാലോ, ലീവ്സ് ആർ 25 to 30 mm ലോങ്, 12 to 20 mm wide. ഓക്കെ, സോ 25 mm അതിന് എന്തുണ്ട്, 25 to 30 mm ലെങ്തും 12 to 20 mm അതിന്റെ വിട്ടുമാണ്. Then oblong, orbicular, apex slightly pointed, rounded, subchordate base. അങ്ങനെയുള്ള ചോദ്യങ്ങൾ പൊതുവെ നമ്മൾ കാണാറില്ല നമ്മുടെ PSC-യിൽ. പ്രധാനമായിട്ടും ഇതിന്റെ ഷേപ്പ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാം. അതായത് പെരിയോലൈറ്റ് ആണെന്നൊക്കെ ഉള്ളത് നമുക്ക് ആലോചിച്ച് വെക്കാവുന്ന കാര്യങ്ങളാണ്. ദെൻ സ്റ്റെംസിനും ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. 1 മീറ്ററോളം നീളമുള്ള നല്ല റെഡിഷ് ബ്രൗൺ ആയിട്ട് താഴെ ഒരു പച്ച തണ്ട് പോലെ വരുന്നതാണ് അതിന്റെ സ്റ്റെം എന്ന് പറയുന്നത്. ലീവ്സ് എന്ന് പറയുന്നതോ ഇന്റേണലി സെസൈഡ് ആയിട്ടുള്ള ഒരുപാട് അമ്പൽസ് ഉള്ള ഒരു 10 മുതൽ 25 mm ലെങ്ത് കിട്ടുന്ന ഒരു സാധനമാണ്. അതിന്റെ ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് വൺ സൈഡഡ് ആണ്, ഗ്രാൻഡുലാർ ആണ്. റൂട്ട്സ് ഇലോങ്ങേറ്റഡ് ആണ്, ട്യൂബർലെസ് ആണ്. റൂട്ട്സ് ഗ്രോൺ വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. അവർ ക്രീം ലൈറ്റ് അല്ലെങ്കിൽ ബ്രൗണിഷ് യെല്ലോ അല്ലെങ്കിൽ വെരി സോഫ്റ്റ് സ്കിൻ ഒക്കെ ആയിട്ടായിരിക്കും പൊതുവെ നമുക്ക് റൂട്ട്സ് കിട്ടുന്നത്. ഓക്കെ, ഇനി മൈക്രോസ്കോപ്പിക് ക്യാരക്ടേഴ്സ് ആ പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. മൈക്രോസ്കോപ്പിക് ക്യാരക്ടേഴ്സ് നമ്മൾ നോക്കണം, കാരണം ചില സാധനങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാൻ കിട്ടും. ഇപ്പൊ എപ്പിഡേമസ് ആണെങ്കിലോ മൾട്ടി സെല്ലുലാർ, യൂണി സീരിയൽ, ഗ്രാൻഡുലാർ ട്രൈക്കോൺസ് ആണ് ലീഫിലുള്ളത്. കോർട്ടെക്സ് കൺസിസ്റ്റ് ഓഫ് 1 അല്ലെങ്കിൽ 2 layers ഓഫ് കോളൻ കൈമ ഫോളോഡ് ബൈ പാരന്റീം. അപ്പൊ ഏറ്റവും മുകളിൽ കോളൻ കൈമയും അതിന്റെ താഴെ പാരൻ കൈമയും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ എൻഡോഡെർമിസ് ഡിസ്റ്റിന്റ് ആയിട്ട് തന്നെ കാണാം. stellar part is represented by small vascular bundles which are scattered throughout, and leaves have stomata at both the surface. Palisade cells ഉണ്ട് ഒരു സൈഡില്, സ്മോൾ എയർ സാക്കുകൾ ഉണ്ട്. ഏറ്റവും പ്രധാനം എന്താ, കാൽസ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസ് ഉള്ള ലീഫാണ് ഏതിൻ്റെത്, പുണർവയുടേത്. കാൽസ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസ് ഉള്ള ലീഫാണ്. ഇനി അതിൻ്റെ അകത്തുള്ള ആൽക്കലോയിഡിന്റെ പേരാണ് പുണർനവൈൻ. Punarnavine is the alkaloid, consists of 6% potassium nitrate, oily substance, then ursolic acid ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. The herb is used as a diuretic and also as an expectorant. Punarnava is stomachic and is used in the treatment of jaundice, also used in loss of digestive power,
enlargement of spleen and for abdominal pains. Okay, so പുനർനവ എന്ന് പറയുന്നത് ഒരു ഡയൂററ്റിക് ഏജന്റ് ആണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പുനർനവയെ പറ്റി ഒന്ന് റീകളക്ട് ചെയ്യാം. നമ്മൾ പഠിച്ച കാര്യങ്ങള് രക്തപുണർവ അല്ലെങ്കിൽ ഹോഗ് വീഡ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫ്രഷ് ആസ് വെൽ ആസ് ഡ്രൈഡ് ഹെർബ് ഓഫ് Borrelia diffusa belongs to the family Nyctaginaceae. 0.04 to 0.1% of alkaloid ഉണ്ട്. അതിന്റെ പേരാണ് പുനർനവൈൻ. അതുപോലെ തന്നെ പുനർനവോസൈഡ് ഉണ്ട് കേട്ടോ. അത് യൂഷ്വലി ആന്റോഫൈബ്രിനോലൈറ്റിക് ഏജന്റ് ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ള ഏജന്റ് ആണ്. ഓക്കെ, ദെൻ ഒരു ഓയിലി സബ്സ്റ്റൻസ് ഉണ്ട്. ദെൻ ഉർസോളിക് ആസിഡ് ഒക്കെ പ്രസന്റ് ആണ് പുനർനവയില്. ദെൻ ഡയൂററ്റിക് യൂസ് ആ പറയുന്നത്. യൂസ് ഡയൂററ്റിക് എക്സ്പെക്ടോറന്റ് സ്റ്റൊമക്കിക് ജോണ്ടിസിൽ യൂസ് ചെയ്യാം. ലോസ് ഓഫ് ഡൈജസ്റ്റീവ് പവർ അല്ലെങ്കിൽ സ്പ്ലീനിന്റെ എൻലാർജ്മെന്റിലെ അബ്ഡോമിനൽ പെയിനിലൊക്കെ പുനർനവ യൂസ് ചെയ്യാം. Then it can be adulterated by using similar character ഉള്ള Schwett പുനർവ എന്നാണ് അതിന് പറയുന്നത്. അല്ലെങ്കിൽ then Trianthema accordata, Trianthemum decandra, then Trianthema portulcastrum, അതിനെയൊക്കെ നമുക്ക് പല പേരുകളിൽ വിളിക്കാൻ വിളിക്കുന്ന Schwett പുനർവ എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. ഓക്കെ, എൻസൈംസ് എടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക്? എൻസൈംസ് എടുത്തായിരുന്നോ? ഇല്ല, എൻസൈംസ്. അപ്പൊ ഇനി ഏതൊക്കെയാ ഉള്ളത്? എൻസൈംസും കൂടെ ഇനി പെൻഡിങ് ഉള്ളോ? ബാക്കി കംപ്ലീറ്റ് ആയോ? ഞാൻ ചോദിക്കട്ടെ. ലാക്സേറ്റീവ്, കാർഡിയോട്ടോണിക്, കാർബണേറ്റീവ് ആൻഡ് റെഗുലേറ്റേഴ്സ് കംപ്ലീറ്റ് ആയി. ആസ്ട്രിജന്റ്, ഡ്രഗ്സ് ആക്ടിംഗ് ഓൺ നെർവസ് സിസ്റ്റം, ആന്റി ഹൈപ്പർടെൻസീവ്, ആന്റി ടസ്സീവ് എടുത്തോ? എടുത്തായിരുന്നു. എടുത്തു. ആന്റി റൊമാറ്റിക് എടുത്തോ? ഗൂഗിൾ, കോൾചിക്കം ഓർമ്മ കിട്ടുന്നില്ല, എടുക്കാം. ആന്റി ട്യൂമർ, വിങ്ക എടുത്തായിരുന്നു. എടുത്തു. ദെൻ ആന്റി ലെപ്രോട്ടിക് ചൗൾമോഗ്ര ഓയിൽ എടുത്തല്ലേ? എടുത്തു. ആന്റി ഡയബറ്റിക് നമ്മൾ ഇപ്പൊ എടുത്തു. ഡയൂറിറ്റിക് നമ്മൾ എടുത്തു. ഗോക്രു ആൻഡ് പുനർവ. ആന്റി ഡിസെൻട്രിക് എപ്പികാക്കുന എടുത്തല്ലേ? എടുത്തതാണ്. ആന്റിസെപ്റ്റിക് ബെൻസോയിൻ, മിർറ, നീമ, കുർക്കുമ. ഓക്കെ, ഇനി സിൻഗോൺ എടുത്തിട്ടില്ലല്ലോ. ആന്റി മലേറിയൽ എടുത്തോ? ഇല്ല. എർഗോട്ട് എടുത്തോ? ഇല്ലല്ലോ. ഓക്സിറ്റോക്സിൻ എടുത്തിട്ടില്ല. ഇല്ല. ദെൻ വൈറ്റമിൻസ്, എൻസൈംസ്, പെർഫ്യൂംസ് അല്ലേ? ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എൻസൈം എടുക്കാവേ. എൻസൈമിന്റെ അകത്ത് പപ്പായ, ഡയസ്റ്റേസ്, ഈസ്റ്റ്, ഇത്രയും ആൾക്കാരാ വരുന്നത്. ആരൊക്കെയാണ്? പപ്പായ, ഡയസ്റ്റേസ്, അതേപോലെ ഈസ്റ്റ്, ഇത്രയും ആൾക്കാരാണ് എൻസൈമിനകത്ത് വരുന്നത്. അപ്പം എൻസൈം എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രധാനമായിട്ടും നമ്മൾ അവനെ എന്തിനായിരിക്കും ഉപയോഗിക്കുന്നത്? ഒരു ഡൈജസ്റ്റന്റ് ആയിട്ട്, അതേപോലെ തന്നെ എന്താ പറയാ, ഫെർമെന്റേഷന് വേണ്ടിയിട്ട്, ബ്രൂവിംഗ് ഇൻഡസ്ട്രീസ്, അതായത് ഇപ്പം പുളിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എൻസൈംസ് ഉപയോഗിക്കുക. സോ എൻസൈമുകൾ എന്ന് പറയുന്നത് ദീസ് ആർ പ്രോട്ടീൻ സബ്സ്റ്റൻസ് വിച്ച് സെർവ് ആസ് എ റോൾ ഓഫ് കാറ്റലൈസിങ് ദ ബയോകെമിക്കൽ റിയാക്ഷൻ. ഒരു സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിയാക്ഷനെ അതിന്റെ ആക്ടിവിറ്റി കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റ് ആണ് എൻസൈമുകൾ. ഓക്കെ, ഓൾദോ ദേ ആർ ആൻ എസെൻഷ്യൽ കോൺസ്റ്റിറ്റ്യുവന്റ് ഓഫ് ലിവിങ് സെൽ. സോ അവരെ ഇൻഡിപെൻഡന്റ്ലി ആക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് അവരെ ഇൻഡ്യൂസ് ചെയ്യാനും സാധിക്കും. കൊളോയിഡൽ നേച്ചർ ആണ്, ഹീറ്റ് ലയബിൾ ആണ്. ഓക്കെ, ദെൻ ഹൈലി സ്പെസിഫിക് ഇൻ ദെയർ ആക്ഷൻ. ഓരോ എൻസൈമിനും ഓരോ കൃത്യമായിട്ടുള്ള ആക്ഷനുകൾ ഉണ്ടായിരിക്കും. ദെൻ എൻസൈം എന്ന് പറയുന്നത് pH-നോട് വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഏജന്റ് ആണ്. എൻസൈംസ് ആർ pH സെൻസിറ്റീവ് ആൻഡ് ടു പർട്ടിക്കുലർ സബ്സ്റ്റൻസിനോട് അവർ എന്തായിട്ട് ആക്ട് ചെയ്യാറുണ്ട്? ആക്ടിവേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ആക്ഷൻ ദേ കാറ്റലൈസ്. നോർമലി ദേ ആർ നെയിംഡ് ബൈ ആഡിങ് സഫിക്സ് ഏസ്. ഇപ്പം എന്താ ഡയസ്റ്റേസ് അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോഴേ ആലോചിക്കാതെ എൻസൈമാണ്. ഓക്കെ, ദെൻ ടു ദ സ്പെസിഫിക് സബ്സ്ട്രേറ്റ് അപ്പോൺ ദെയർ ആക്ട്. അവർ എവിടെയാണോ ആക്ട് ചെയ്യുന്നത് ആ ആക്ട് ചെയ്യുന്നതിന്റെ കൂടെ ഒരു ASC സഫിക്സ് ആയിട്ട് ആഡ് ചെയ്യും. എക്സാമ്പിൾസ് പറഞ്ഞു തരാം. ഹൈഡ്രോക്സിലേസ്,
ട്രാൻസ്ഫറേസ്, ലൈസേസ്, ഐസോമറേസ്, സിന്തറ്റേസ്, ഇതൊക്കെ എന്താ ലാസ്റ്റ് ഒരു എസി കാണിക്കുന്ന സഫിക്സ് ഒരു എൻസൈം ആണ് എന്നുള്ളതാണ്. അപ്പം ഹൈഡ്രോലൈസ് എന്ന് പറയുന്ന എൻസൈമുകൾ എന്താ ചെയ്യുന്നത്? ഹൈഡ്രോലൈറ്റിക് റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്നു. ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം എന്താ ചെയ്യേണ്ടത്? ഒരു കെമിക്കൽ മോയിറ്റീനെ അല്ലെങ്കിൽ ഒരു മോളിക്യൂളിനെ മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. രണ്ട്, ഓക്സിഡോ റിഡക്ടേസസ്, അവരെന്താ ചെയ്യുന്നത്? ഒരു ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നു. അപ്പം ഹൈഡ്രോലൈസ് ഹൈഡ്രോലൈറ്റിക് റിയാക്ഷൻസ് കാറ്റലൈസ് ചെയ്യുന്നു. ട്രാൻസ്ഫറേസസ് ഒരു കെമിക്കൽ മോയിറ്റിനെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്സിഡോ റിഡക്ടേസ് എന്ത് ചെയ്യുന്നു? ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നു. ലൈസേസ് എന്താ ചെയ്യുന്നത്? ലൈസിങ്. സോ അവര് ഡബിൾ ബോണ്ട് ഉള്ള അടുത്ത എൻസൈമിന്റെ ആക്ഷൻ ആയിരിക്കും. ദേ വിൽ കാറ്റലൈസ് ദ അഡീഷൻ ഓഫ് ഗ്രൂപ്സ് ടു ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഗ്രൂപ്പ് ഫ്രം ദ ഡബിൾ ബോണ്ട്. ദെൻ ഐസോമറൈസ് എന്താ ചെയ്യുന്നത്? ഇൻട്രാമോളിക്കുലർ റീഅറേഞ്ച്മെന്റ്. സിന്തറ്റൈസ് എന്താ ചെയ്യുന്നത്? കണ്ടൻസേഷൻ ഓഫ് ടു മോളിക്യൂൾസ് coupled with the cleavage of pyrophosphate bond of ATP similar to triphosphate. Okay, then many of the enzyme also possess non-protein chemical group. ഒരുപാട് എൻസൈംസ് അവർ നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള കെമിക്കൽ ഗ്രൂപ്പ് കാറ്റഗറിയിൽ വന്ന് കിടക്കാറുണ്ട്. ആൻഡ് ദീസ് എൻസൈം മോയിറ്റി കംപ്രൈസ് ഓഫ് എ പ്രോട്ടീൻ കമ്പോണന്റ്. അതിനെയാണ് നമ്മൾ അപ്പോ എൻസൈം എന്ന് വിളിക്കും. അതേപോലെ ഒരു പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ഉണ്ട്, അതിനെയാണ് നമ്മൾ നോൺ പ്രോട്ടീൻ കമ്പോണന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ഹാവിങ് എ പ്രോട്ടീൻ കമ്പോണന്റ് ആൻഡ് നോൺ പ്രോട്ടീൻ കമ്പോണന്റ്. സോ പ്രോട്ടീൻ കമ്പോണന്റും ഉണ്ട്, നോൺ പ്രോട്ടീൻ കമ്പോണന്റ് ഉണ്ട്. സോ അതിന്റെ ഫസ്റ്റ് മോയിറ്റീനെ നമ്മൾ വിളിക്കുന്നത് അപ്പോ എൻസൈം എന്നും ലാറ്ററിനെ നമ്മൾ വിളിക്കുന്നത് കോഫാക്ടർ അല്ലെങ്കിൽ കോ എൻസൈം എന്നുമാണ്. മനസ്സിലായോ? അപ്പം ചില മെറ്റൽസ് അല്ലെങ്കിൽ മിനറൽസ് ഒക്കെ കോ എൻസൈം ആയിട്ട് ആക്ട് ചെയ്യും. സോ പ്രോട്ടീൻ കമ്പോണന്റ് ഇസ് ദ അപ്പോ എൻസൈം ആൻഡ് ദ നോൺ പ്രോട്ടീൻ കമ്പോണന്റ് ഇസ് ദ coenzyme. Non-protein is the coenzyme. Then first one is papaya. Papaya പറ്റി പറഞ്ഞുതരാം. പപ്പായ എന്താ അറിയാവുന്നതല്ലേ? പപ്പരയ്ക്ക. Okay, so it is cultivated fruiting tree known as Carica papaya. Belongs to the family Caricaceae. അപ്പൊ ഒരു ഫ്രൂട്ട് ആണ് നമുക്കറിയാം പപ്പായ. അതിന്റെ പ്ലാന്റിന്റെ പേരെന്താണ്? കാരിക്ക പപ്പായ. ബിലോങ്സ് ടു ദ ഫാമിലി Caricaceae. അപ്പൊ നമ്മള് half ripe fruit of the plant are the source of medicinal latex obtained by giving vertical incisions which constitutes the proteolytic enzyme papain of commercial importance. അപ്പം പച്ചയുമല്ല പഴുത്തതുമല്ല, ഒരു പാതി പഴുത്ത അൺറൈപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാഫ് റൈപ്പ് ആയിട്ടുള്ള ഫ്രൂട്ടിനകത്ത് ചെറിയ ചെറിയ ഇൻസിഷൻസ് ഇടുന്നു. അവിടുന്ന് നമുക്ക് എന്ത് കിട്ടും? കറകൾ കിട്ടും. ഈ കറകൾ നമ്മൾ എന്ത് ചെയ്യും? കറകൾക്കാണ് ഒരുപാട് തരത്തിലുള്ള മെഡിസിനൽ യൂസ് നമുക്ക് തരാൻ സാധിക്കുന്നത്. ഓക്കെ, ദെൻ ജിയോഗ്രഫിക്കൽ സോഴ്സ് ഒരു പെരിനിയൽ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അമേരിക്ക, ശ്രീലങ്ക, ടാൻസാനിയ, ഹവായ്, ഫ്ലോറിഡ, ഇന്ത്യയിലൊക്കെ കാരിക്ക പപ്പായ എന്ന് പറയുന്ന പ്ലാന്റ് വിച്ച് ബിലോങ്സ് ദ ഫാമിലി കാരിക്കേസിയെ ഒരുപാട് ഉണ്ടാകാറുണ്ട്. ഹാബിറ്റാറ്റ് എന്താണ്? പപ്പായ പ്ലാന്റ് ഈസ് അബൌട്ട് 5 meter in height. ഓക്കെ, ആൻഡ് ബിയേഴ്സ് ഫ്രൂട്ട് വിത്തിൻ എ ഇയർ. ത്രൂ ഔട്ട് ദ ഇയർ അതിൻ്റെ അകത്ത് ഫ്രൂട്ട് ഉണ്ടായിരിക്കും. 10 to 25 centimeter ലെങ്ത്, 5 kg എങ്കിലും വെയിറ്റ് ഉണ്ടാകും. ഡാർക്ക് ഗ്രീൻ കളർ. 9 months വരെയാണ് ആ പ്ലാന്റിന്റെ പ്രായം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ നിൽക്കുന്ന ഏതെങ്കിലും ഒരു പപ്പായ ഇപ്പൊ കാണാൻ സാധിക്കോ? ഇല്ല. സോ when the plant is about 9 months of age, it is used for collecting the latex and അതിന്റെ എന്താ പറയാ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ, ഒരു 9 മാസം പ്രായമായ ഒരു പ്ലാന്റിന്റെ ഫ്രൂട്ടിൽ നിന്നായിരിക്കും പൊതുവെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ലാറ്റക്സ് കളക്ട് ചെയ്യുന്നത്. ദെൻ വെർട്ടിക്കൽ കട്ട്സ് ആർ ഗിവൺ ടു ദ ഫ്രൂട്ട്സ്. ഒരു ഷാർപ്പ് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ട് പൊതുവെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലോ ബാറോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊരു കട്ടിടും. ഈ കട്ടിൽ കൂടെ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്ത് യൂസ് ചെയ്ത് വരും. എന്നിട്ട് ദിസ് ഫ്രൂട്ട് ഗെറ്റ് കോവാഗുലേറ്റഡ് ആൻഡ് ദേ ആർ കളക്റ്റഡ് ഇൻ സ്യൂട്ടബിൾ കണ്ടെയ്നേഴ്സ്. ഒന്നെങ്കിൽ പ്ലാസ്റ്റിക്
അല്ലെങ്കിൽ പോളിത്തീൻ അല്ലെങ്കിൽ അലൂമിനിയം ഇതിൽ ഈ ഡ്രൈഡ് ലാറ്റക്സ് സ്റ്റോർ ചെയ്യുന്നു. ലോ ടെമ്പറേച്ചറിൽ അതിനെ വാക്വത്തിൽ ഡ്രൈ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ക്രൂഡ് പപ്പൈൻ എന്ന് വിളിക്കുന്നത്. എന്താണ് അതിന്റെ പേര്? ക്രൂഡ് പപ്പൈൻ. അപ്പൊ ഇങ്ങനെ കറ നേരിട്ടെടുത്ത് വെക്കുന്നതിന് പറയുന്ന പേരാണ് ക്രൂഡ് പപ്പൈൻ. ഫോർ ദ പ്രോസസിംഗ് ഓഫ് പപ്പൈൻ, ലാറ്റക്സ് ഓഫ് ദ ഫ്രൂട്ട് ഈസ് കളക്റ്റഡ് ഇൻ അലൂമിനിയം ട്രേ. അപ്പം പപ്പൈൻ കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഫ്രൂട്ടിന്റെ ലാറ്റക്സിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു അലൂമിനിയം ട്രേയിലേക്ക് കളക്ട് ചെയ്യുന്നു. ഈ കളക്റ്റഡ് ആയിട്ടുള്ള ലാറ്റക്സ് പൊട്ടാസ്യം മെറ്റാബൈസൾഫൈഡ് അതിനകത്തേക്ക് ആഡ് ചെയ്യും. അപ്പൊ മനസ്സിലായോ? ഒരു പാത്രത്തിലേക്ക്, ഒരു സ്റ്റീൽ കണ്ടെയ്നറിലേക്ക് അല്ലെങ്കിൽ സ്റ്റീൽ അലൂമിനിയം ട്രേയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ ലാറ്റക്സിനെ കളക്ട് ചെയ്യുന്നു. ഇതിന്റെ അകത്തേക്ക് നമ്മൾ പൊട്ടാസ്യം മെറ്റാബൈസൾഫൈറ്റ് ആഡ് ചെയ്യുന്നു. 5 gram per kg നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അത് 1 കിലോ ലാറ്റക്സിന് 5 gram എന്ന അളവിൽ. എന്നിട്ട് the exogenous matter is cleared by passing through the seals. എന്നിട്ട് ഈ ലാറ്റക്സ് ഇതിന് നമ്മൾ ഡ്രൈ ചെയ്യും. ഓക്കെ, 55 മുതൽ 60 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഡ്രൈ ചെയ്യുന്നു. അല്ലെങ്കിൽ സ്പ്രേ ഡ്രൈ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഉണക്കിയെടുക്കാം. ഇതിനെയാണ്, ഈ ഡ്രൈഡ് ലാറ്റക്സ് ആണ് നമ്മൾ പപ്പൈന്റെ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ പപ്പരങ്ങയുടെ കറ കളക്ട് ചെയ്യുന്നു. പൊട്ടാസ്യം ബൈസൾഫൈറ്റ് 1 കിലോയ്ക്ക് 5 gram എന്ന അളവിൽ ഇടുന്നു, ഉണക്കുന്നു, ഉപയോഗിക്കുന്നു. അപ്പൊ റബ്ബറിനെയൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, കറ ഇട്ടിട്ട് ഉണക്കിയെടുക്കാനല്ലേ പറ്റുള്ളൂ. ദെൻ പപ്പൈൻ ഈസ് അവൈലബിൾ ഇൻ ലൈറ്റ് ബ്രൗൺ അല്ലെങ്കിൽ വൈറ്റ് കളേർഡ് ആയിട്ടുള്ള അമോർഫസ് പൗഡർ ആയിട്ടാണ് യൂഷ്വലി അവൈലബിൾ ആയിട്ടുള്ളത്. വിത്ത് ടിപ്പിക്കൽ ടേസ്റ്റ് ആൻഡ് ടിപ്പിക്കൽ ഓർഡർ. മാക്സിമം പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി തരുന്ന pH ചോദിച്ചാൽ 5 മുതൽ 6 വരെ. സോ പപ്പൈന്റെ ഒരു പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി കിട്ടാൻ 5 മുതൽ 6 വരെയാണ് അതിന് വേണ്ടുന്ന ഒരു എന്താ പറയാ പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി. സോല്യൂബിലിറ്റി എന്താണ്? ഇറ്റ് ഈസ് പാർട്ട്ലി സോല്യൂബിൾ ഇൻ വാട്ടർ ആൻഡ് സോല്യൂബിൾ ഇൻ ഗ്ലിസറിൻ. അതായത് ഗ്ലിസറിൻ അത് കംപ്ലീറ്റ്ലി സോല്യൂബിൾ ആണ്. ദെൻ വാട്ടറിൽ അത് പാർട്ട്ലി സോല്യൂബിൾ ആണ്. നമ്മൾ ഇത് തന്നെ നേരത്തെ ഒരിടത്തും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നിരുന്നു. എവിടെയാണ്? കംപ്ലീറ്റ്ലി സോല്യൂബിൾ ഇൻ വൺ ഏരിയ ആൻഡ്